നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തൊട്ടാകെ മഴ കനക്കുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടൊക്കെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോരിച്ചൊരിയുന്ന മഴ പക്ഷേ ഇടുക്കി ജില്ലയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 137 അടി കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്പിൽവേ ഷട്ടറുകളൊക്കെ രാവിലെ തുറക്കും എന്നാണ് അറിയുന്നത്. തീരത്തുള്ളവർ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എന്തായാലും നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ പെരുമഴ. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 137 അടി കവിഞ്ഞു. 13 സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 8 മണിക്ക് തുറക്കും. മിനിറ്റിൽ 5000 ഘനയടി വെള്ളം പുറത്തേക്കൊഴുക്കും. കല്ലാർ ഡാമിന്റെ 4 ഷട്ടറുകളും ഉയർത്തി. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെടുങ്കണ്ടം തൂക്കുപാലം ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഒലിച്ചുപോയി. സംസ്ഥാനത്ത് കനത്ത തുലാപ്പെയ്ത്ത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 2ാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റുടൻ. പോറ്റിയെ ചെന്നൈയിലും ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുക്കും. മുഖ്യ സൂത്രധാരൻ മുരാരി ബാബുവിനെയും കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. കോൺഗ്രസിന്റെ വിശ്വാസ റാലി സമാപനം ഇന്ന് പന്തളത്ത്. ശബരിമല മാളികപ്പുറം മേൽശാന്തി തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ പൂർത്തിയായി. പാലക്കാട് നെന്മാറ സജിത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുന്നത് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. വധശിക്ഷ വിധിക്കണമെന്ന് കുടുംബവും പ്രോസിക്യൂഷനും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള മഹാരാഷ്ട്ര മത്സരം സമനിലയിലേക്ക്. 20 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ മഹാരാഷ്ട്ര അവസാന ദിനമായി ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കുന്നത് 51 റൺസ് എന്ന നിലയിൽ നിന്ന്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ കനത്ത മഴയാണ്. നിരവധി വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 136 അടിക്ക് മുകളിലായി. രാവിലെ 8 മണിക്ക് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഇടുക്കിയിൽ ആകെ പ്രശ്നമാണല്ലോ. ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ അവിടെ? ശ്രീജ, ഇന്നലെ രാത്രി മുഴുവൻ തുടർച്ചയായ മഴയാണ് ഇടുക്കിയിൽ പെയ്തത്. ഏതാണ്ട് ഹൈറേഞ്ചിലെ എല്ലാ മേഖലകളിലും കനത്ത മഴയാണ് ഉണ്ടായത്. കുമളിയിൽ തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. ഈ മേഖലയിൽ 42 പേരെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കുമളി ഹോൾഡേ ഹോം ഡോർമെറ്ററി ബിൽഡിംഗിലേക്കാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെളിമട ഭാഗത്ത്, ആനവിലാസം, ശാസ്താനട തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. കട്ടപ്പനയിൽ അമ്പലക്കവയ്ക്ക് സമീപം വീത്തിപ്പടിയിൽ ഉരുൾപൊട്ടലുണ്ടായെന്നാണ് സൂചന. ഇവിടെ വലിയ നാശമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടപ്പനയാർ കരകവിഞ്ഞ് പല വീടുകളിലും വെള്ളം കയറി. നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. നെടുങ്കണ്ടം മേഖലയിൽ തൂക്കുപാലം, മുണ്ടിയെരുമ തുടങ്ങിയ പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മുണ്ടിയെരുമയിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ഗതാഗത തടസ്സം ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിൽ കനത്ത മഴയാണ് രാത്രി പെയ്തത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ന് 8 മണിയോടെ തുറക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് സെക്കൻഡിൽ 5000 ഘനയടി വീതം വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിൽ സെക്കൻഡിൽ 40,000 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 6 അടിയിലധികം വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉയർന്ന സാഹചര്യമുണ്ടായി. ജലനിരപ്പ് 138 അടിയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും പെരിയാറ്റിൽ കാര്യമായി ജലനിരപ്പ് മുമ്പ് ഉയർന്നിട്ടില്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി ബോബൻ, ഇടുക്കിയിൽ കനത്ത മഴയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ലെന്ന് തന്നെയാണ് ബോബൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ സംസ്ഥാനത്തെ മൊത്തത്തിലൊരു കാര്യം അറിയേണ്ടതുണ്ട്. ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പുള്ളത്. ഇന്നത്തെ അലേർട്ടൊക്കെ എങ്ങനെയാണ്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ള സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ മത്സ്യബന്ധന
മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച വരെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ തെക്കുകിഴക്കൻ അറബിക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും അതിശക്തമായ മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തലസ്ഥാനത്ത് ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. ശ്രീജ. ദേവിക തുടരുക, കാരണം ദേവികയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ദേവിക ചന്ദ്രൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലെ രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. മുരാരി ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവിക ചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ദേവിക, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ കുടുക്കിയവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. അതാണ് നമുക്കിനി അറിയേണ്ടത്. ഇനി ആരൊക്കെ കുടുങ്ങും? കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുക തന്നെയല്ലേ പ്രത്യേക അന്വേഷണ സംഘം? അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്ന? അന്വേഷണം ഏതുവരെ എത്തി? അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീജ. ഉണ്ണികൃഷ്ണൻ പോറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൽപേഷൊക്കെ ഇത്തരത്തിലുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെയും മുരാരി ബാബു അടക്കമുള്ള ആളുകളെയും SIT ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളിൽ നിന്നും അതിന്റെ സൈഡിലുള്ള തകിടുകളിൽ നിന്നും ഈ 2 കിലോയോളം സ്വർണം കളവ് പോയി എന്ന കേസിൽ ഉള്ള അറസ്റ്റ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് SIT പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. ഇനി ഒരു കേസിൽ കൂടി ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഈ കട്ടിളപ്പാളികളിലെ സ്വർണം കവർന്ന കേസാണ്. അതിൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് തന്നെയാണ് SIT കഴിഞ്ഞ ദിവസം റാന്നിയിലെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എല്ലാവർക്കും പങ്കുണ്ട്. ആ പങ്കുകൾ എന്തെല്ലാമാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിലെയും വശങ്ങളിലെ തകിടുകളിലെയും ഏകദേശം 2 കിലോയോളം സ്വർണം കവർന്നെന്ന കേസിലാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയും ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ നിന്നും സ്വർണം കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരത്തിൽ ഈ കൽപേഷിനെ വിട്ടത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലുള്ള കൂടുതൽ നിഗൂഢതകൾ ഒഴിഞ്ഞു പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എത്തരത്തിലാണ് ഇത്തരത്തിൽ ഈ 2019 ഈ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും SIT സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ അതിലടക്കം വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ശ്രീജ. ശരി ദേവിക, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലെ രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കേസ് അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നു. കൂടുതൽ പേരിലേക്ക് വരെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ദേവിക ചന്ദ്രൻ. നമ്മൾ ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ സജീവമാണ്. മഹാസഖ്യത്തെ കടന്നാക്രമിക്കുകയാണ് BJP. ജംഗൽ രാജിലേക്ക് തിരിച്ചു പോകാൻ ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് BJP പറയുന്നത്. വഞ്ചകരുടെയും കൊള്ളക്കാരുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ ബീഹാറിലെ ജനങ്ങൾ ഇനി വീഴില്ല എന്നും അവർ ആരോപണം ഉന്നയിക്കുന്നു. സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും പ്രചരണം ശക്തമാക്കുക തന്നെയാണ് പ്രതിപക്ഷ സഖ്യവും. കൂടുതൽ ദേശീയ നേതാക്കളൊക്കെ ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സീറ്റ് വിഭജനം മഹാസഖ്യത്തിൽ പൂർത്തിയായിട്ടില്ല. ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അന്നേക്കുള്ളിൽ ഇതെല്ലാം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. പക്ഷേ ബീഹാർ അങ്ങ് ആക്റ്റീവായി തുടങ്ങിയല്ലേ ഇരു മുന്നണികളും?
ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ, അതായത് മഹാസഖ്യത്തെ സംബന്ധിച്ച് പൂർത്തിയാക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി തന്നെ ബീഹാറിലെ നാമനിർദ്ദേശ പത്രിക പൂർത്തിയാക്കേണ്ട സമയമാണ്. 2ാം ഘട്ടത്തിലെ 122 സീറ്റിലേക്ക് സമർപ്പിക്കാനുള്ള അവസാന തീയതി 20-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നടപടികൾ പൂർത്തിയാക്കണം. ഈ കൂടിയാലോചനകളെല്ലാം തന്നെ അവസാനിപ്പിക്കണം. ഏകദേശ ധാരണയിലേക്ക് മഹാസഖ്യം എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 140 സീറ്റ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ RJDയുടെ സീറ്റ് വിഭജനമെങ്കിൽ ഇപ്പോൾ 135 സീറ്റ് RJD മത്സരിക്കുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. 60 സീറ്റ് കോൺഗ്രസ് എന്ന നിലയിലേക്കാണ് വരുന്നത്. കോൺഗ്രസ് നേരത്തെ 70 കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ 1ാം ഘട്ടത്തിലും അതുപോലെ തന്നെ മറ്റു ചില സീറ്റുകളിലും ധാരണയായതുകൊണ്ടാണ് 48 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, അതുപോലെ തന്നെ VIP, അതുപോലെ തന്നെ ഈ ഇടത് സഖ്യം, ഇവർക്കൊക്കെ തന്നെ എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ തന്നെ VIP ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണം. കഴിഞ്ഞ തവണ നൽകിയതുപോലുള്ള സീറ്റുകളാണെങ്കിൽ മറ്റു നിലപാടുകളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചില നീക്കങ്ങൾ, അത്തരം ചില പ്രതിസന്ധികൾ ഈ മുന്നണിക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് 55 മുതൽ 60 സീറ്റ് വരെ ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. ഏതായാലും RJDയെ മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസിന്റെ MP തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അധികാരത്തിലേക്ക് എത്തിയാൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ മഹാസഖ്യത്തിൽ വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം. അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് നോക്കിയാൽ വളരെ കൃത്യമായ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ദേശീയ നേതാക്കൾ ബീഹാറിലേക്ക് കളം പിടിച്ചിരിക്കുന്നു. ഇന്നലെ അമിത്ഷാ ബീഹാറിലെത്തി വളരെ നിശിതമായ വിമർശനമാണ് RJDക്കും കോൺഗ്രസിനുമെതിരെ തന്നെ ഉയർത്തിയത്. പല ആരോപണങ്ങളിലും ബീഹാറിലെ ജനങ്ങൾ കണ്ടതാണ്. അവരതിനെല്ലാം തള്ളിക്കളയും എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞത്. ജംഗിൾ രാജായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി, അതായത് ഈ സർക്കാർ വരുന്നതിന്, NDA സർക്കാർ വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് NDA സർക്കാർ വരുമ്പോൾ വികസന പാതയിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി വീണ്ടും ജംഗിൾ രാജിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമോ എന്ന് ചിന്തിക്കൂ എന്നുള്ളതാണ് ബീഹാറിലെ ജനതയുടെ അമിത്ഷാ പറഞ്ഞത്. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലേക്ക് അത്തരം അതിനു മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയുള്ള ചില നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓരോ മണ്ഡലവും കൃത്യമായി പഠിച്ചു തന്നെയാണ് BJP മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച്, NDA സഖ്യത്തെ സംബന്ധിച്ച് ആദ്യം ഉണ്ടായിരുന്ന ഒരു ആശങ്കയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാം, വോട്ടർ അധികാര യാത്ര, ബീഹാർ അധികാര യാത്ര, ഈ 2 യാത്രകൾ പ്രതിപക്ഷം നടത്തിയതാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും നടത്തിയതാണ്. ഈ സമയത്ത് BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഒരുപക്ഷെ ജനങ്ങളുടെ പിന്തുണ കൂടിയേക്കാളൊരു സാധ്യതയുണ്ടെന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആ സാഹചര്യം മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള തർക്കങ്ങൾ സീറ്റ് വിഭജനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടായതോടെ ഈ ആദ്യം ഉണ്ടായിരുന്ന ഒരു മുൻതൂക്കം ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കൃത്യമായി തടയിടാൻ BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. എങ്കിലും ഈ ഘട്ടത്തിൽ NDA സംബന്ധിച്ച്, നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് ആശങ്കയില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. ശ്രീജ, ശരി പ്രശാന്ത്, എന്തായാലും ഈ പറഞ്ഞതുപോലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അങ്ങനെ ചൂടുപിടിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ടൊക്കെ മുന്നണികൾ അങ്ങനെ സജീവമായി രംഗത്തുണ്ട്. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു KK പ്രശാന്ത്. പാലക്കാട് പൂത്തുണ്ടി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. ചിന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇക്കഴിഞ്ഞ 16-നാണ് കേസിന്റെ വാദം പൂർത്തിയായത്. വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, ഈ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസായി കണക്കാക്കാനാകില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ശിക്ഷാവിധി എപ്പോഴേക്കും ഉണ്ടാകും? ശ്രീജ, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെയും അതേപോലെ സജിതയുടെ കുടുംബത്തിന്റെയും ആവശ്യം. നമുക്കറിയാം, 2019 ഓഗസ്റ്റ് 31-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തന്റെ ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണം അയൽവാസിയായ സ്ത്രീയാണെന്ന് മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത്. സജിതയെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ആരുമില്ലാത്ത സമയത്തായിരുന്നു കൊലപാതകം നടന്നത്. ശേഷം ചെന്താമരയുടെ വസ്ത്രത്തിന്റെ ഭാഗവും
അതേപോലെ ചെന്താമരയുടെ ചോര പൊതിഞ്ഞ കാൽപ്പാടുകളുമാണ് കേസിൽ നിർണായകമായത്. അങ്ങനെ 2 ദിവസത്തിന് ശേഷമാണ് ഒളിവിൽ പോയ ചെന്താമരയെ പോലീസ് പിടികൂടിയത്. ആ ഒരു കേസിലെ വാദം കഴിഞ്ഞ 16-നാണ് പൂർത്തിയായത്. 2025 ഓഗസ്റ്റ് 4-നാണ് വാദം തുടങ്ങിയത്. ശേഷം 2025 ഒക്ടോബർ 16-ന് വാദം പൂർത്തിയായി. ഇന്നിപ്പോൾ അതിന്റെ വിധി വരും. എന്തായാലും പരമാവധി വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കേസിലാകെ 44 പേരെയാണ് വിസ്തരിച്ചിരിക്കുന്നത്. ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, അതേപോലെ സജിതയുടെ മക്കൾ തുടങ്ങി 44 പേരെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചിരിക്കുന്നത്. 2020-ലാണ് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് സജിതയുടെ കുടുംബമുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരട്ട കൊലപാതകമാണ്. 2025 ജനുവരി 27-നാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അതായത് സജിതയുടെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവിനെയും മാതാവിനെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസും നിലവിലുണ്ട്. ഇതിൽ ചെന്താമര റിമാൻഡിലാണ്. പക്ഷേ ഈ കേസുമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിവാദം വക്കീലിന്റെ ആവശ്യം. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസല്ല എന്നും പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെന്താമര മുമ്പ് ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയല്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിവാദം വക്കീൽ വാദം നിരത്തിയത്. പക്ഷെ അതൊന്നും കോടതി അംഗീകരിച്ചില്ല. പ്രധാനമായും ചെന്താമരയ്ക്കെതിരെ ചുമത്തിയ കുറ്റം കൊലപാതകം, അതേപോലെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറി തുടങ്ങിയ കുറ്റങ്ങളാണ് ചെന്താമരയ്ക്കെതിരെ കോടതി വിധിച്ചിട്ടുള്ളത്. എന്തായാലും ശിക്ഷ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി വർഷ. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്നാണ് വർഷ ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ചികിത്സ മുടങ്ങുന്നു എന്നുള്ള വാർത്തയൊക്കെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്ത്. ഏറ്റവും പുതിയ വാർത്ത വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് മാത്രം. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൻ്റെ പ്രവർത്തനം ഭാഗികമായി അവിടെ നിലച്ചിരിക്കുകയാണ്. വിതരണക്കാർക്ക് പണം നൽകാത്തതിനാൽ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല. ഏജൻസികൾക്ക് കോടികളുടെ കുടിശ്ശികയാണ് സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. അവശ്യ മരുന്നുകളുടെ ക്ഷാമവും രൂക്ഷമാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം നൽകുന്ന കമ്പനികൾക്ക് കോടികളുടെ കുടിശ്ശികയുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ മാത്രം 42 കോടിയുടെ കുടിശ്ശികയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സ്റ്റെന്റ് സ്റ്റോക്കില്ലാത്തതിനാൽ പുറത്തുനിന്ന് രോഗികൾ തന്നെ വാങ്ങി നൽകിയാലേ കാര്യം നടക്കുകയുള്ളൂ. പ്രതിദിനം 15 മുതൽ 20 വരെ ആൻജിയോപ്ലാസ്റ്റി ഇവിടെ നടക്കാറുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് തങ്ങളുടെ ഊഴത്തിനായി മണിക്കൂറുകളോളം കാത്തിരുന്ന് മടങ്ങുന്നവരാണ് അധികവും. കയ്യിൽ പണമുള്ളവരും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഇത് രണ്ടുമില്ലാത്ത നിർധന രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. തന്നെ ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ തന്നെ സ്റ്റഡ് അല്ലാതെ തന്നെ വിവിധങ്ങളായ മരുന്നുകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഈ കാഷ്വാലിറ്റി തന്നെ പറയുകയാണെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ആൾക്ക് സാധാരണക്കാരായ ആളുകൾക്കാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. അവർക്ക് പോലും ഇത് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾ ഇവിടുന്ന് പുറത്ത് ആരോടെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ട് കൊണ്ടാണ് ഈ മരുന്ന് വാങ്ങാനുള്ള ഒരു സൗകര്യം അവരുണ്ടാക്കുന്നത്. അവശ്യ മരുന്ന് ക്ഷാമവും രൂക്ഷമാണ്. മരുന്ന് കമ്പനികൾക്ക് നേരാം വണ്ണം പണം നൽകാത്തതാണ് ഇവിടെയും പ്രതിസന്ധിക്ക് കാരണം. വില കൂടുതലുള്ള മരുന്നുകളിൽ ഏറിയ പങ്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റോക്കില്ല. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് ആരോഗ്യമേഖലയ്ക്ക് തിരിച്ചടിയായത്. രോഗാതുരമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് അടിയന്തര ചികിത്സ വേണ്ടത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലിൻ്റെ അഭാവം ഇവിടെ മുഴച്ചു നിൽക്കുന്നു. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. പക്ഷിപ്പനി മൂലം കള്ളിങ് നടത്തി 11 വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാര തുകയിൽ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടപരിഹാര തുക വിതരണത്തിൽ മൃഗസംരക്ഷണ മന്ത്രി നൽകിയ ഉറപ്പും പാഴ്വാക്കായിരിക്കുകയാണ്. എന്തായാലും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. അവർ നിലനിൽപ്പിനായുള്ള സമരത്തിനാണ് ഇനി തയ്യാറെടുക്കുന്നത്. 60 ദിവസം പ്രായമായ താറാവിന് 100 രൂപയും 60 ദിവസത്തിന് മുകളിലുള്ളവയ്ക്ക് 200 രൂപയുമാണ് 2014 തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം 11 വർഷം പിന്നിടുമ്പോഴും നഷ്ടപരിഹാര തുകയിൽ ഒരു വർധനവും ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല.
2023 കള്ളിംഗ് നടത്തിയ താറാവുകൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ 12% തുക പിടിച്ചുവെച്ചിട്ടാണ് വിതരണം ചെയ്തത്. എന്നാൽ ഈ തുക 2025 മാർച്ചിൽ നൽകുമെന്നായിരുന്നു മന്ത്രി ചിഞ്ചു റാണിയുടെ ഉറപ്പ്. പക്ഷേ നാളിതുവരെയായിട്ടും താറാവ് കർഷകർക്ക് ആ തുക നൽകിയിട്ടില്ല. 2014 തീരുമാനിച്ച നഷ്ടപരിഹാരം അത് 60 ദിവസത്തിൽ താഴെയുള്ളതിന് 100-ഉം 60 ദിവസത്തിന് മുകളിലുള്ളവർക്ക് 200-ഉം എന്നുള്ള കണക്കാണ്. അത് 2014 ഫിക്സ് ചെയ്തതാണ്. 2014 ശേഷം ഒത്തിരി വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ഫിക്സ് ചെയ്ത തുകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാറ്റമുണ്ടാകാതിരുന്നിട്ട് പോലും ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നൊരു ഘട്ടമെത്തിയപ്പോൾ, അത് ഈ കോമ്പൻസേഷൻ കൊടുത്തത് ഈ വർഷം ആദ്യമാണ്, ഫെബ്രുവരിയിലായിരുന്നല്ലേ? ഫെബ്രുവരിയിലായിരുന്നു. അന്ന് ഈ പറയുന്ന തുച്ഛമായ തുകയിൽ 12% തുക പിടിച്ചു വെച്ചതിന് ശേഷമാണ് ഗവൺമെൻറ് ഈ പാവപ്പെട്ട താറാവ് കർഷകർക്ക് തുക വിതരണം ചെയ്തത്. പ്ലേഗും പാസ്റ്റലയും കാരണം ചത്തൊടുങ്ങുമ്പോഴും അതിന് ആവശ്യാനുസരണമായിട്ടുള്ള വാക്സിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഗവൺമെൻറ് പരിഹാരമുണ്ടാക്കുന്നില്ല എങ്കിൽ താറാവ് കർഷകരെ സംബന്ധിച്ച് ഈ ജില്ലാ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് പോകാൻ നിർബന്ധിതരാകും. വാക്സിൻ കിട്ടാത്തതാണ് താറാവ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. പാസ്റ്റല്ല, പ്ലേഗ് എന്നീ അസുഖങ്ങൾ ബാധിച്ച് ആയിരക്കണക്കിന് താറാവുകൾ ഓരോ വർഷവും ചത്തുപോകാറുണ്ട്. ഒരു പരിധിവരെ താറാവുകളെ സംരക്ഷിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന വാക്സിൻ ഉപയോഗിച്ചാണ്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വാക്സിൻ ലഭിക്കുന്നില്ല. പല പ്രാവശ്യം ഈ പ്രശ്നം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ, മൃഗസംരക്ഷണ ഡയറക്ടർ, വകുപ്പ് മന്ത്രി എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത വാക്സിന്റെ ഉൽപാദനവും വിതരണവും ഗവൺമെന്റ് നേരിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇനിയും വാക്സിൻ നൽകുന്നില്ല എങ്കിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങും. ഇങ്ങനെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായതോടെ ജീവിത വരുമാനത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ നെട്ടോട്ടമോടുകയാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. ഇനി ജീവിക്കാനായി സമരം മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക പോംവഴി. അമൃത ന്യൂസ്, ആലപ്പുഴ. തകർന്നു കിടക്കുന്ന ചെങ്ങന്നൂർ പാണ്ഡവൻപാറ കല്ലുവരമ്പ് കാട്ടിൽപ്പടി റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. 4 വർഷം മുൻപ് കിഫ്ബി ശുദ്ധജല പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുത്ത റോഡ് അത് നാട്ടുകാർക്ക് തലവേദനയാണ്. പാണ്ഡവൻപാറ കല്ലുവരമ്പ് കാട്ടിൽപ്പടി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 4 വർഷം മുൻപ് ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ കുഴിയെടുത്ത ശേഷമാണ് റോഡിന്റെ തകർച്ച ആരംഭിച്ചത്. മഴക്കാലമായാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. പൂപ്പള്ളി അരമന റോഡുകളിലൂടെ MC റോഡിലേക്ക് കടക്കാനും കല്ലുവരമ്പ് വഴി ബദേൽ ത്രിവേണി സ്റ്റോർ റോഡിലെത്തി MC റോഡിലേക്ക് കടക്കാനുമുള്ള എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ യാത്രക്കാർ ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കാട്ടിപ്പാടി പാണ്ഡവൻപാറ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കിടന്നിട്ട് 4 വർഷത്തോളമായി കൃഷി പദ്ധതി ഉൾപ്പെടുത്തി ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡാണ്. ഇന്ന വരെ ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഭരണസമിതി കാലാവധി തീരാറായിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന റോഡ് ഡ്രൈവർമാരുടെ പേടി സ്വപ്നമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര തങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതിനോട് ചേർന്ന് കിടക്കുന്ന കല്ലുവരമ്പ് മാലക്കടവ് റോഡും തകർന്നു കിടക്കുകയാണ്. തോടിന് സമീപത്തുള്ള റോഡായതിനാൽ ഇവിടെ അപകട സാധ്യത ഏറെയാണ്. സംരക്ഷണ ഭിത്തി പോലും ഇല്ലാത്ത റോഡിൽ ഭീതിയോടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിനാൽ തന്നെ SNDP ഗുരുമന്ദിരം റോഡും പാണ്ഡവൻപാറ റോഡും റീടാറിംഗ് നടത്തണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. തോടിന് സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് സുരക്ഷിതമാക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച 5 നില കെട്ടിടത്തിന്റെ ലിഫ്റ്റ് ചാനൽ നിർമ്മാണം മാസങ്ങളായി, പക്ഷേ അതെങ്ങും എത്താത്ത നിലയിലാണ്. എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഈ നിർമ്മാണം പാതി വഴിയിലാകാൻ കാരണമെന്നാണ് അറിയുന്നത്. എന്തായാലും 100 കണക്കിന് രോഗികൾ ഇതുമൂലം ദുരിതത്തിലായിരിക്കുകയാണ്. ലിഫ്റ്റ് ചാനൽ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് ലിഫ്റ്റ് ചാനൽ യാഥാർത്ഥ്യമാക്കാതെ പൊളിച്ചു പണിയുന്നതിന് കാരണമായി മാറുന്നു. 20 ലക്ഷത്തിൽ പരം തുക ചിലവഴിച്ചുള്ള ലിഫ്റ്റ് നിർമ്മാണത്തിനിടയിൽ 4 തവണ മാറ്റങ്ങൾ വരുത്തി. ലിഫ്റ്റിനായുള്ള കുഴിയുടെ വീതിക്ക് പോരായ്മ, ഉപയോഗിക്കുന്ന കമ്പിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ പൊളിച്ചു പണിയുന്നതിന് കാരണങ്ങളായി മാറി. മാസങ്ങളായി പണി തുടരുമ്പോൾ ജനറൽ OPയിലേക്ക് ഉൾപ്പെടെ പോകേണ്ട
പറയേണ്ട രോഗികൾ 5 നില കെട്ടിടത്തിന്റെ പടി കയറുന്നതിന്റെ ദുരിതത്തിലാണ്. ഇത് 5ാമത്തെ തവണയാണ് ഈ ലിഫ്റ്റിന്റെ പ്രവർത്തനം ഇങ്ങനെ പകുതി വെച്ച് അഴിച്ചു മാറ്റി വീണ്ടും പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നാട്ടുകാരൊക്കെ പറയുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ കഥ പോലെ ഇവിടെ ലിഫ്റ്റിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ഇത് പണിത് മുകളിലെത്തുമ്പോൾ വീണ്ടും അഴിച്ചു മാറ്റി വീണ്ടും പണിയുന്ന ഒരു സ്ഥിതിയാണ്. ജനങ്ങളുടെ നികുതി പണം പച്ചയായി കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയാണ് ജില്ലാശുപത്രിയിലുള്ളത്. ഇതിൽ ജനകീയമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. നിർമ്മാണവും പൊളിക്കലും മുറ പോലെ നടക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് ചാനൽ യാഥാർത്ഥ്യമാക്കുവാൻ ഇനിയും തുക വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടലുകൾ. നികുതി പണം പാഴാക്കുന്ന നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഷാർജയിലെ ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ ജീവനൊടുക്കിയ അതുല്യയുടെ കേസിൽ വ്യക്തമായ തെളിവുകൾ കൈവിട്ടതോടെ കേസ് പുതിയ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം പുതിയ ദിശയിലേക്ക് മാറിയത്. ക്രൈംബ്രാഞ്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നടപടി കടുപ്പിക്കാനാണ് തീരുമാനം. പ്രതി സുധീഷ് ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, പരിക്കേൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളായിരുന്നു അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ചവറ പോലീസ് എഫ്ഐആറിൽ ആദ്യം രജിസ്റ്റർ ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ആദ്യം ഉൾപ്പെടുത്താത്തതിനാലായിരുന്നു സതീഷിന് ഇടക്കാല ജാമ്യം ലഭിച്ചത്. എന്നാൽ ഡിജിറ്റൽ തെളിവുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കോടതിയിൽ നിർണായക തെളിവായതോടെയാണ് സതീഷിന്റെ ജാമ്യം റദ്ദ് ചെയ്തതും തുടർന്ന് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയതും. അതുല്യ മരിക്കുന്നതിന് മുൻപ് സഹോദരിക്ക് അയച്ച ഓഡിയോ സന്ദേശങ്ങളിലും വീഡിയോയിലും സതീഷ് ഭീഷണിപ്പെടുത്തുന്നതും ഉണ്ടായിരുന്നു. ഇത് സതീഷ് തന്നെയാണ് പറയുന്നത് എന്ന് കോടതിയിൽ തെളിയിക്കുന്നതിനായി ഇയാളുടെ ശബ്ദ സാമ്പിളുകളും ശേഖരിച്ച് പരിശോധന നടത്തി. എന്നാൽ സതീഷിനെതിരെ ചുമത്തിയ കൊലപാതകത്തിന് തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പ്രതിക്കെതിരെ ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയാണ് അടുത്ത ഘട്ടം. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി മുമ്പേ വ്യക്തമാക്കിയിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്ത റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ഇതിനായി ഷാർജ പോലീസ് ശേഖരിച്ച തെളിവുകൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 19-നാണ് കൊല്ലം തേവലക്കര സ്വദേശിയായ അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷിന്റെ പീഡനമാണ് അതുല്യയുടെ ജീവനെടുത്തതെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. സതീഷ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളിൽ ചിലത് മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ളതാണെന്ന സംശയവും ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ അതുല്യ നേരിട്ട പീഡനത്തിന്റെ തെളിവുകൾ കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ആഫ്രിക്കയിലെ മൊസംബിക് തീരത്ത് ബോട്ട് മുങ്ങി 3 ഇന്ത്യക്കാർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. 5 പേരെ കാണാനില്ല. ഇവരിൽ മലയാളികളും ഉണ്ടെന്നാണ് സൂചന. ബോട്ടിലുണ്ടായിരുന്ന ഒരു മലയാളി അടക്കം 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ ടാങ്കറിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോകുന്ന സ്കോർപിയോ മറൈൻ മാനേജ്മെന്റ് കമ്പനിയുടെ ലോഞ്ച് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 21 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇവരിൽ 7 പേർ ബോട്ട് ജീവനക്കാരാണ്. ഇതിൽ 14 പേർ ഇന്ത്യക്കാരാണ് എന്നാണ് സൂചന. കപ്പലിൽ പുതിയതായി ജോലിക്ക് പ്രവേശിക്കുന്ന ജീവനക്കാരെ എത്തിക്കുന്നതിനിടെ കപ്പലിന്റെ സമീപത്ത് വെച്ച് ബോട്ട് മറിയുകയായിരുന്നു. അപകട കാരണം എന്തായാലും വ്യക്തമായിട്ടില്ല. മാർഷൽ ദ്വീപിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലാണിത്. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഇന്ത്യയുമായി പങ്കുവയ്ക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് മാർഷൽ ദ്വീപുകളുടെ മാരിടൈം അഡ്മിനിസ്ട്രേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ ചില സ്ഥാപനങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. തട്ടവും പൊട്ടുമിട്ട ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയ പാരമ്പര്യമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത്. കാസ പോലെയുള്ള കുശൃംഗികളായ ചിലർ ചേർന്നാണ് വർഗീയവൽക്കരിക്കുന്നത്. സമാധാനവും മതേതരത്വവും ഉണ്ടാകണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആശങ്കയുള്ളതെന്നും പി.കെ. ഫിറോസ് കോഴിക്കോട് പറഞ്ഞു. അവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുത്ത പാരമ്പര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കുള്ളത്. ഇപ്പോഴും കേരളത്തിലെ നിരവധി ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ സമീപകാലത്ത് കേരളത്തിലെ കാസ പോലെയുള്ള പ്രസംഗികളായിട്ടുള്ള ചിലർ ചേർന്ന് വർഗീയവൽക്കരിക്കാൻ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ലീഗുകാരൻ എന്ന നിലക്ക്, ഈ നാട്ടിലെ മതേതര വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ആശങ്ക എന്താണ്? ഇത്രയും കാലമായി തട്ടമിട്ട പെൺകുട്ടികളെ പഠിക്കാൻ അവസരം കൊടുത്ത ക്രൈസ്തവ സഭകളിൽ വൈക്കം കച്ചേരി കവലയിൽ മൊബൈൽ ഫോൺ കടയിൽ നിന്നും പ്രമുഖ കമ്പനികളുടെ 18 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച 5 അംഗ സംഘത്തെ പോലീസ് പിടികൂടി. വൈക്കം തോട്ടകം സ്വദേശികളായ ആദിശേഷൻ, ആദർശ് അഭിലാഷ്, കടുത്തുരുത്തി പുഴിക്കോൽ സ്വദേശി
മർക്കോസ് മാത്യു, ചേർത്തല പള്ളിപ്പുറം സ്വദേശി തമ്പുരാൻ ഇമ്മാനുവൽ, മണപ്പുറം സ്വദേശി ശിവത് രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. വൈക്കം കച്ചേരി കവലയിലെ AJ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് മോഷണം നടന്നത്. ഹെൽമറ്റും ഓവർകോട്ടും ധരിച്ചെത്തിയ സംഘം ഷട്ടർ തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു. 4.25 ലക്ഷം രൂപയോളം വില വരുന്ന ഫോണുകളാണ് സംഘം കവർന്നത്. എറണാകുളത്ത് ഫോൺ വിൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അംഗൻവാടി പ്രവർത്തകരിലൂടെ സമൂഹത്തിൽ ദന്താരോഗ്യ സംരക്ഷണ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി അംഗൻവാടി അധ്യാപകർക്ക് ദന്താരോഗ്യ പരിശീലനം നൽകി. ഡോക്ടർ R. വെങ്കിടാചലത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 3 മുതൽ 6 വയസ്സുവരെയുള്ള പ്രീ സ്കൂൾ കുട്ടികളെയും അവരുടെ അമ്മമാരെയും ദന്താരോഗ്യ സംരക്ഷണത്തിനായി പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ അംഗൻവാടി അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു പരിശീലനത്തിന്റെ ലക്ഷ്യം. UK-യിലെ ബോറോ ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ കൊച്ചി അർബൻ സെക്ടർ 1, 2, മരട് മുനിസിപ്പാലിറ്റി സെക്ടർ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെട്ട 101 അംഗനവാടി അധ്യാപകർക്ക് പരിശീലനം നൽകി. അധ്യാപകർക്ക് അവരുടെ അംഗനവാടി കേന്ദ്രങ്ങളിൽ ദന്താരോഗ്യ സംരക്ഷണ പഠന സെഷനുകൾ സുഗമമാക്കുന്നതിന് ദന്താരോഗ്യ പഠന കിറ്റുകളും പരിപാടിയുടെ ഭാഗമായി നൽകി. ഭാരതീയ വിചാര കേന്ദ്രവും കുരുക്ഷേത്ര പ്രകാശനും സംയുക്തമായി അംബേദ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ G. കരുണാകരൻ പിള്ള രചിച്ച ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുൻ കേരള പോലീസ് മേധാവി ഡോക്ടർ TP സെൻകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അന്തർദേശീയ ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ B. സുഗീത പുസ്തകം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ അധ്യക്ഷനായി. കുരുക്ഷേത്ര പ്രകാശന്റെ മാനേജിംഗ് ഡയറക്ടർ കാഭ സുരേന്ദ്രൻ, മുൻ കേന്ദ്ര സർവകലാശാല VC പ്രൊഫസർ ഡോക്ടർ G. ഗോപകുമാർ, ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന പ്രതിനിധി സഭാംഗം ഉദയശങ്കർ P എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തുലാമാസ പുലരിയിൽ ശബരിമല നട തുറന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർക്കായുള്ള നറുക്കെടുപ്പ് രാവിലെ സന്നിധാനത്ത് നടക്കും. പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മ ശബരിമല മേൽശാന്തിയെയും മൈഥിലി K. വർമ്മ മാളികപ്പുറം മേൽശാന്തിയെയും നറുക്കെടുക്കും. ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം പൂശിയ ചെമ്പുപാളികൾ ഇന്നലെ തിരികെ പുനഃസ്ഥാപിച്ചായിരുന്നു. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് പ്രധാന ഒരു വാർത്തയായി വരുന്നത്. അല്പസമയത്തിനകം ഇത് നടക്കുമെന്നാണ് അറിയുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തുലാമാസ പൂജകൾക്കായി ഇന്ന് രാവിലെ തന്നെ നട തുറന്ന പൂജകൾ ആരംഭിച്ചു. ഇന്നലെയാണ് നട തുറന്നതെങ്കിലും ഇന്നാണ് വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ ഇന്ന് രാവിലെ നട തുറന്നത് മുതലാണ് വിശേഷ പൂജകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതും. നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ 8 മണിയോടുകൂടി നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയായി തന്നെ രാവിലെ 8 മണിയോടുകൂടി ഇനി വരുന്ന വർഷത്തേക്ക് വൃശ്ചിക പൂജ മുതൽ ശബരിമലയിലും മാളികപ്പുറത്തും മേൽശാന്തിമാരായി നിയമിക്കപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് ശ്രീകോവിലിന് മുന്നിൽ നടക്കും. ശബരിമല മേൽശാന്തിയെ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കശ്യപ് വർമ്മ കുട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള മൈഥിലി വർമ്മയാണ്. ഈ 2 കുട്ടികളും ഇവിടെ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്, സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 8 മണിയോടുകൂടി നറുക്കെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും നറുക്കെടുപ്പ് ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇവരെ 14 പേരാണ് ശബരിമല മേൽശാന്തി മണ്ഡലത്തിൽ. ശരി രജിത്ത്, തുലാമാസ പുലരിയിൽ ശബരിമല നട തുറന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർക്കായുള്ള നറുക്കെടുപ്പ് ഇന്നിപ്പോൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ KPCCയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് പന്തളത്ത് സംഗമിക്കും. വൈകുന്നേരം 3 മണിക്ക് കാരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പദയാത്രയായിട്ടാണ് പന്തളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരെയും വിശ്വാസികളെയും അണിനിരത്തി വലിയൊരു പൊതുസമ്മേളനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ കൗമാരക്കാർ വല്ലാത്ത സമ്മർദ്ദങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്? സമ്മർദ്ദം മറികടക്കാനാകാത്ത സാഹചര്യം അവരെ മരണത്തിലേക്ക് എത്തിക്കുകയാണ്. അതേ എന്നാണ് ഉത്തരം. മാത്രമല്ല, ഇങ്ങനെ മരണത്തിലേക്ക് എത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണവും കൂടുകയാണ്. ഹോർമോണുകളുടെ അതിപ്രസരവും മാറി മറിയുന്ന ലോകവും അവർക്ക് വെല്ലുവിളിയാകുമ്പോൾ ആരാണ് താങ്ങാകേണ്ടത്, തണലാകേണ്ടത്?
വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. അവരുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റ് അവരുടെ മകനായിരിക്കും ഒരു ടീച്ചറെ സ്വന്തം മക്കളെ പോലെ 55 പേരുണ്ടെങ്കിൽ 55 പേര് സ്വന്തം മക്കളെ പോലെ കരുതണം. അല്ലാതെ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന പോലെ 15 വയസ്സായി 14 വയസ്സായി കുട്ടിയോട് സംസാരിക്കുന്ന രീതിക്ക് എല്ലാം സംസാരിച്ചതാണ് അവരുടെ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ. നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. നമസ്കാരം. പാലക്കാട് കുഴൽമന്ദത്ത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 വയസ്സുകാരൻ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കേരളം ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന വിഷയം. വലിയ പ്രതിഷേധങ്ങളും കണ്ടു. ആരോപണങ്ങൾ നിരവധിയാണ്. അധ്യാപകർക്കെതിരെയും PTA-ക്കെതിരെയും കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. വീട്ടുകാർക്കെതിരെ പ്രധാന അധ്യാപികയും ഇതിനോടകം തന്നെ രംഗത്തെത്തി. കാലഘട്ടം മാറി. സ്കൂൾ സംവിധാനം പോലും മാറി മറിഞ്ഞു. പുതുതലമുറയ്ക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ എന്തുപറ്റി? ആരാണ് മാറേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. നമ്മൾ കുറേ കാലങ്ങളായി ഇങ്ങനെ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയൊക്കെ മരണം കണ്ടുവരുന്നതാണ്. പാലക്കാട്ടെ വിഷയം പരിശോധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് അവൻ്റെ സഹപാഠികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രീജ, എന്നെ കേൾക്കാൻ ആരും തയ്യാറായില്ല എന്നതാണ്. അതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം. ശ്രീജയ്ക്ക് എന്താണ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ തോന്നുന്നത്? ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. നമുക്കറിയാം, വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേ തുടർന്നുണ്ടാകുന്ന കുട്ടികളുടെ പ്രതിഷേധങ്ങൾ, തുടരുന്ന ആത്മഹത്യകൾ, ഇതൊക്കെ ഇങ്ങനെ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ ആത്മഹത്യയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളം രാജ്യത്ത് 5ാം സ്ഥാനത്താണ്. സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ ആത്മഹത്യാ നിരക്ക് ഇങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. അധ്യാപകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു തലമുറയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. പല അധ്യാപകർക്കും അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ അശ്വതി സൂചിപ്പിച്ചതുപോലെ അധ്യാപകർക്കത് സാധിച്ചില്ലെങ്കിൽ കൂടി ആ കുട്ടിയെ അവരുടെ വീട്ടുകാർ ഒരു പക്ഷേ ചേർത്ത് പിടിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ? ഒരുപക്ഷെ അവനെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായിരുന്നു എങ്കിൽ അവനൊരു പക്ഷേ ഇന്ന് ഈ ലോകത്തുണ്ടായേനെ എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് മാറേണ്ടത് എന്നുള്ള ചോദ്യം മറുവശത്തുണ്ട്. നമുക്കറിയാം, പഴയ കാലം പോലെയല്ല. സ്കൂൾ കാലഘട്ടങ്ങൾ മാറി, രക്ഷിതാക്കളുടെ ക്യാരക്ടറുകൾ മാറി, കുട്ടികളും അങ്ങനെയല്ല വളർന്നു വരുന്നത്. ന്യൂ ജനറേഷനാണ്. ന്യൂജൻ എന്ന് പറയുമ്പോഴേ ആ ന്യൂജനൊപ്പം അധ്യാപകരും മാറേണ്ടതുണ്ട്. അവരെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഈ കുട്ടിക്കൊരു തെറ്റുപറ്റി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ ഒരു വിഷയമാണ്, അത് പിന്നീട് ചർച്ചയാകുന്നു. അതിൻ്റെ പേരിൽ ഒരു അധ്യാപിക അവനടുത്ത് അത് ചോദ്യം ചെയ്യുന്നു. സൈബർ സെല്ലിനെ അറിയിക്കുമെന്ന് പറയുന്നു. നീ വലിയ കുറ്റമാണ് ചെയ്തത്, അത് സൈബർ സെൽ അറിഞ്ഞാൽ തന്നെ നീ ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ അവൻ്റെ മനസ്സിലേക്ക് ഇത്തരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ അവനെ പേടിപ്പെടുത്തുമ്പോൾ അവനെ കേൾക്കാൻ ആരും ഉണ്ടാകുന്നില്ല. ഇത് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയോ അതും അങ്ങനെ. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞെ ഇത് തിരുത്തപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ളതാണ്. വീട്ടുകാർ പറയുന്നു അധ്യാപകർ അവനെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അധ്യാപിക പറയുന്നു പിന്നെ ഈ കുഞ്ഞിന് വീട്ടിൽ നിരന്തരം മാനസിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും മരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അധ്യാപകർ അവനെ കേട്ടില്ല, അല്ലെങ്കിൽ അവനെ പേടിപ്പിച്ചു. മാതാപിതാക്കളും അവനെ കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവനെ ആര് കേൾക്കും? ഒന്നാമത്തെ ഈ സ്കൂൾ കാലഘട്ടം മാറി. നമ്മൾ ഒക്കെ പഠിച്ചു വന്ന ഒരു കാലഘട്ടമേ അല്ല ഇപ്പോഴെന്ന് പറയുന്നത്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. ഇപ്പം നമുക്കറിയാം, സ്കൂളിൽ പല കാര്യങ്ങളും അറിയിക്കുന്ന പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ പോലും എങ്ങനെയാണ് നടക്കുന്നത്? ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ മൊബൈൽ കൊടുത്തു പോകും. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഇതിന് ഇത്തരത്തിലുള്ള മോശം വശങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെയല്ലേ? തീർച്ചയായും. അശ്വതി, തെറ്റ് കണ്ടാൽ സ്വാഭാവികമായും തിരുത്തണം. പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഇവിടെ കുട്ടിയെയാണെങ്കിൽ അധ്യാപിക വല്ലാതെ അങ്ങ് ശാസിക്കുകയാണ്. എല്ലാ കുട്ടികളുടെയും മുമ്പിൽ അങ്ങ് ആക്ഷേപിക്കുകയാണ്. പോരാത്തതിന് അവനെ പേഴ്സണലായി വിളിച്ച് അത് എന്ത് സംസാരിച്ചു, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ കുട്ടിക്കും ആ അധ്യാപികയ്ക്കും മാത്രമേ അറിയുകയുള്ളൂ. അത്തരത്തിൽ എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപരാധിയായി ചിത്രീകരിക്കുമ്പോൾ ആ കുട്ടിക്ക് അത് എത്രത്തോളം നാണക്കേടുണ്ടാക്കി, അവൻ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. പലപ്പോഴും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന ഒരു സമയം മാതാപിതാക്കൾക്കറിയാം.
അപ്പോൾ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ പലപ്പോഴും അവർ കൊടുക്കാറുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു 12 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം ആൺകുട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു കാലഘട്ടം തന്നെയാണ്. ഒരുപാട് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തെറ്റേത് ശരിയേത് എന്ന് ഒരു പക്ഷേ അവർക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമാണത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ ചേർത്ത് നിർത്തേണ്ട ഒരു സമയം അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയം അത് പക്ഷേ സംയമനത്തോടെ വേണമെന്നുള്ളതാണ്. പോകുന്നതിന് മുൻപ് അവൻ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാനില്ലടാ, ഞാൻ തീർന്നു, ഞാൻ ഇനി ഇല്ല എന്നുള്ളത് പറഞ്ഞു. ശ്രീജ, ആ കുരുന്നിൻ്റെ മനസ്സിൽ എത്രത്തോളം ആഘാതം ഉണ്ടായിട്ടായിരിക്കും വീട്ടിൽ വന്നു പോലും അതിൻ്റെ രക്ഷിതാക്കളോട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും കൂട്ടാക്കാതെ നേരെ പോയി ഇങ്ങനെയൊരു കടും കൈ ചെയ്യണമെങ്കിൽ ആ കുരുന്ന് മനസ്സിന് എത്രത്തോളം ആഘാതമായിരിക്കും നേരിട്ടിട്ടുണ്ടാകുക. തീർച്ചയായും അവൻ യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, എല്ലാത്തിനും പരിഹാരം ബന്ധങ്ങൾ തന്നെയാണ്. നല്ലൊരു സുഹൃത്തിനോട് സംസാരിച്ചാൽ അവനൊരു പക്ഷേ ഉപദേശിച്ചു കൊടുക്കാം, അങ്ങനെയല്ല ഇങ്ങനെയാണ്, നീ അങ്ങനെ ചിന്തിക്കരുതേ എന്നൊരു പക്ഷേ പറഞ്ഞു കൊടുക്കാം. ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഊഷ്മളമല്ലാതാകുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടായിരിക്കും ഒരു പക്ഷേ പല കുട്ടികളും വളർന്നു വരുന്നത്. അപ്പോൾ അവരോട് സ്വന്തം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയാതെയായി വരുന്നു. ഒരുപക്ഷെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാകും, അവർ അവരുടെ ജോലി തിരക്കിൽ ഇങ്ങനെ മുഴുകുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, ഇതിനിടയ്ക്ക് കുട്ടിയുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാനോ ഒന്നും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഇടയ്ക്ക് ഒരു വിഷയം കണ്ടായിരുന്നു, എയോട്, അങ്ങ് വിദേശത്താണ്, എയോട് സംസാരിച്ച് തൻ്റെ പ്രശ്നങ്ങളൊക്കെ എയോട് സംസാരിച്ച് കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ അപ്പോൾ എയോട് വരെ ആശ്രയിക്കുകയാണ്. മനുഷ്യരോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും തിരുത്തലുകൾ വേണമെന്ന് ഞാൻ പറയും. നല്ലൊരു സമയം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ പഠിപ്പിക്കുന്ന സമയമല്ല, അവരോടൊപ്പം കളിക്കുന്ന സമയമല്ല, കുട്ടികളെ കേൾക്കാനുള്ളൊരു സമയം മാതാപിതാക്കൾ മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇനി തിരുത്തേണ്ടത് ഈ സ്കൂൾ തലത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നു, ഈ കുട്ടികളെ പഠിക്കാനായി വല്ലാണ്ടങ്ങ് നിർബന്ധിക്കുന്നുണ്ട്. പഠിച്ച് ഞങ്ങൾ മുന്നിലെത്തണം എന്ന സ്കൂളുകൾക്കിടയിൽ തന്നെ നല്ലൊരു കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ചില കുട്ടികൾ പഠിത്തത്തിൽ മികവ് കാണിക്കുന്ന കുട്ടികളായിരിക്കാം, മറ്റു ചിലർ കായിക രംഗത്ത് അല്ലെങ്കിൽ മറ്റു ചിലർ കലാരംഗത്ത്, അങ്ങനെ പലതരത്തിൽ. ഇതൊന്നുമില്ലാതെ മറ്റു ചില കുട്ടികളും ഉണ്ടാകാം. അത്തരത്തിലുള്ള കുട്ടികളെ മാറ്റിയെടുക്കേണ്ടത് അധ്യാപകരാണ്. ടീച്ചർമാർക്ക് പ്രിയപ്പെട്ട ചില കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മികവ് പുലർത്തുന്ന കുട്ടികളോടായിരിക്കാം ഒരു പക്ഷേ താല്പര്യം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡൊക്കെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലും കഴിവില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ, ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികൾ സ്വാഭാവികമായും മാനസികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ചേർത്ത് നിർത്താൻ അധ്യാപകർ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ മാറുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി മാറും. പിന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കരുത് ഒരിക്കലും. എല്ലാ പ്രശ്നങ്ങളും തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തപ്പോഴാണ് അവൻ ഒറ്റപ്പെട്ടു പോകുന്നത്. പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല, അവൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അമ്മയുണ്ടാകും, അച്ഛനുണ്ടാകും, അല്ലെങ്കിൽ അമ്മൂമ്മയുണ്ടാകും, അപ്പൂപ്പനുണ്ടാകും. പഴയ തലമുറയുടെ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്, ഈ അണുകുടുംബമാകുന്നതിന്റെ ഒരു വിഷയമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഉള്ള കേൾക്കാൻ, അവനെ എന്ത് വിഡിതരമാണെങ്കിൽ പോലും വന്നു പറയുമ്പോൾ അവനെ കേൾക്കാൻ ഒരു കാത് അവിടെ ഉണ്ടാകും. ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നതാണ്. അവന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അത് അവന്റെ പ്രായം അതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകളിലൂടെയാണ് ഈ പറയുന്ന രക്ഷിതാക്കൾ പോലും അത്തരത്തിലുള്ള അവരുടെ കാലഘട്ടത്തിലെ തെറ്റുകളിലൂടെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പും അവർ ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട തെറ്റുകൾ ഉണ്ടായി പോയേക്കാം, അത് ക്ഷമിച്ച് അവനെ പറഞ്ഞു മനസ്സിലാക്കി അവനെ കൂടെ നിർത്തിയാൽ മാത്രമേ പുതുതലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ ആത്മഹത്യാ പ്രവണതകളൊക്കെ ഇനിയും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ മറുവശമുണ്ട്, ഇങ്ങനെയുള്ളൊരു പലയിടത്തുനിന്നും പല വീടുകളിൽ നിന്നുമാണ് കുട്ടികൾ എത്തുന്നത് സ്കൂളിലേക്ക്. ആ സ്കൂളിലേക്ക് എത്തുന്ന പലരും പല സാഹചര്യത്തിൽ നിന്നും വരുന്നതായിരിക്കും. ഈ അർജുൻ്റെ കാര്യം തന്നെ എടുത്താൽ പോലും ശ്രീജ, നമ്മൾ കുടുംബ പശ്ചാത്തലത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവനൊരു കുഞ്ഞനിയത്തിയോ അനിയനോ എന്തായാലും ഒരാളുണ്ട്, അത് ഇവനെക്കാട്ടിലും നല്ല ജനറേഷൻ ഗ്യാപ്പുണ്ട്, 10 വയസ്സോളം ഇളയതാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, അമ്മ എന്നെ നോക്കുന്നില്ല, കാണുന്നില്ല, അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നില്ല, അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല. അത് അവൻ പല സഹപാഠികളോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പല പ്രതികരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്, ഇവനെ കേൾക്കാൻ ആരുമില്ല, അങ്ങനെ പല കാര്യങ്ങൾ, പല സമ്മർദ്ദങ്ങൾ ഇവൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഈ അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഇത്തരം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അവന് അത് മാനസികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്
കൊണ്ടാണ് അവൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയത്. ഇനി അങ്ങനെയുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇത് അധ്യാപിക മനസ്സിലാക്കണ്ടേ, ഇവൻ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ നിന്ന് കടന്നു വരുന്നതാണ്, ഈ കുട്ടിയെ എങ്ങനെ മികച്ചതാക്കാം, ഈ കുട്ടിയുടെ മാനസിക അവസ്ഥ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നൊക്കെ അധ്യാപിക കൂടിയല്ലേ ചിന്തിക്കുന്നത്. ചിന്തിക്കേണ്ടത് അധ്യാപിക കൂടെയല്ലേ. എന്നാലല്ലേ നമുക്ക് അവരെ അധ്യാപിക എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കൗൺസിലിംഗ് പോലുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ശ്രീജ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ. അതൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തി അവൻ ചെയ്യുന്നതൊക്കെ തെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് പോകുന്നത് എന്നതാണ്. തീർച്ചയായും നമുക്ക് എല്ലാ അധ്യാപകരെയും ഈ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. വിദ്യാർത്ഥികളെ കേൾക്കുന്ന, അവരോട് ഒരു സുഹൃത്തിനെ പോലെ ഇടപഴകുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവരോട് എൻ്റെ മകനൊക്കെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ഒരു പ്രത്യേക ടീച്ചറിൻ്റെ പേരൊക്കെ എടുത്തു പറഞ്ഞ് അവരോടുള്ള ഇഷ്ടം അവൻ്റെ വാക്കുകളിൽ അപ്പോൾ പ്രതിഫലിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് പക്ഷേ ഒരു അമ്മയോടുള്ള പോലുള്ള സ്നേഹം അധ്യാപികയോട് ഒരു പക്ഷേ ആ കുട്ടികൾക്കുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെക്കാൾ ഏറെ ഈ ടീച്ചറിനോടൊക്കെ അവരോട് അത്ര സ്നേഹം വരുമ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കാൻ അവർ തയ്യാറാണ്. ശ്രീജ, ഇപ്പം ശ്രീജ പറഞ്ഞു നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്, പല രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരു പക്ഷേ നമ്മളുടെ കൂട്ടത്തിലുള്ള കുട്ടികളുടെ മുഖം തന്നെയായിരിക്കും. കാരണം ഈ കുട്ടികളും അവരെ പോലെ തന്നെ അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ട്, കുട്ടികൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്, ജീവിതം ഇതല്ലല്ലോ, അവർ ഇനിയും എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു എന്നുള്ള വിങ്ങലോടുകൂടിയായിരിക്കും ഈ ഒരു വാർത്തയെ കേൾക്കുന്നത് തന്നെ. തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ അധ്യാപകർ പണ്ടത്തെ കാലത്തേക്ക് നമുക്കറിയാം, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ വല്ലാത്ത രീതിയിൽ കുട്ടികളെ അടിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറി, അധ്യാപകർക്ക് വടിയെടുക്കാൻ കഴിയുന്നില്ല. കാലം മാറി അനുസരിച്ച് അധ്യാപകർക്ക് മാറേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും പൊരുത്തപ്പെടാനാകാത്ത ചില അധ്യാപകരുണ്ട്. അവർക്ക് ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ടച്ച് ഇപ്പോഴും ഉണ്ട്. അതെ, ഇങ്ങനെ പോകാവൂ, ഇങ്ങനെ പാടുള്ളൂ. അപ്പോഴും ആ ഒരു കാലഘട്ടം അവർ മനസ്സിലാക്കുന്നില്ല. അവർ വളർന്നു വന്ന കാലഘട്ടം നമ്മൾ വളർന്നു വന്ന കാലഘട്ടമല്ല ഇത് എന്ന് അധ്യാപകരും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ വാർത്ത ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സംസാരിച്ചങ്ങ് തീരും. പക്ഷേ കുടുംബത്തിന്റെ വേദന, പ്രതിഷേധങ്ങൾ ഇങ്ങനെ 2-3 ദിവസം തുടരും. അതിനുശേഷം ഈ കാര്യം അങ്ങനെ നിന്നു പോകും. ഇങ്ങനെ ഒരു സംഭവം അടുത്തത് ആവർത്തിക്കുന്നത് വരെ ഇതിങ്ങനെ തുടരും. പക്ഷേ ആ വീട്ടുകാരുടെ വേദന ഒരു കാലത്തും പോകില്ല. ആ കുട്ടിയുടെ മുഖം അല്ലേ, നമ്മുടെ ഇപ്പം അശ്വതി പറഞ്ഞതുപോലെ നമ്മുടെ വീടുമായിട്ടൊക്കെ നമ്മൾ അറിയാതെ അങ്ങ് കണക്റ്റായി പോകും ഈ ഒരു വിഷയം എന്ന് പറയും ഇങ്ങനെ ഇത്തരം സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലേ. തീർച്ചയായിട്ടും അതാണ് മാറേണ്ടത്. ഒരുപാടുണ്ട്. കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും മാറണം. അത് അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും മാറണം. ഇനി അവർ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ അവരെ തിരുത്താനുള്ള വഴി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് അവരെ തിരുത്തുകയാണ് വേണ്ടത്. അതിനെന്തെല്ലാം വഴികളുണ്ട് ശ്രീജ. ഇപ്പോൾ ഈ അധ്യാപികയുടെ കാര്യം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പ്രധാന അധ്യാപിക ഈ അധ്യാപികയെ അങ്ങ് വെള്ളപൂശുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും അത് സമ്മതിക്കുന്നുമില്ല. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീജയ്ക്ക്? കുട്ടികൾ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അധ്യാപിക നല്ല ടീച്ചറാണ്, പക്ഷേ എന്നാൽ പോലും പർപ്പസ്ഫുള്ളി പലപ്പോഴായി, ഒരിക്കലെന്നല്ല പല തവണയായി ഇവനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെ തോന്നുകയാണ് ഞാൻ ശരിയല്ല, എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ എന്നെ തന്നെ ഇങ്ങനെ കളിയാക്കുന്നത്, അപ്പോൾ എന്നിലാണ് പ്രശ്നം എന്നവൻ സ്വാഭാവികമായി ചിന്തിക്കുകയാണ്. ഒടുവിൽ അവൻ ജീവൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ മാറേണ്ട ഒരു കാലം കഴിഞ്ഞു. ആ അധ്യാപിക അങ്ങനെയല്ലായിരുന്നു എങ്കിൽ ഈ കുട്ടികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി, ആ സ്കൂൾ മൊത്തം ഒന്നടങ്കം പ്രതിഷേധവുമായി വരില്ല. 4 ദിവസമാണ് ഈ ഒരു കാര്യത്തിൽ പോലും സ്കൂൾ അടച്ചിട്ടത് 4 ദിവസമാണ്. പ്രതിഷേധങ്ങളിലൊക്കെ ഒടുക്കാൻ കഴിയുന്നതാണോ ഈ കാര്യങ്ങൾ? അല്ലെങ്കിൽ ഒരു ജീവന്, ഒരു കുരുന്നിന് ഇത്രയും വിലയുള്ളൂ? തീർച്ചയായും. എന്തായാലും എവിടെയാണ് പ്രശ്നം, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വഴിയെയാണ് അറിയാനുള്ളത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. സത്യം എന്തായാലും തെളിയും. എന്തായാലും പഴയ കാലമല്ല. കുട്ടികളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിയന്ത്രണം പാലിക്കാൻ അധ്യാപകർക്ക് കഴിയണം. മാറുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളുടെ മനസ്സിന് ശക്തി പകരാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും സംയമനം പാലിക്കാൻ കുട്ടികളും തയ്യാറാകണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഈ പോയ വാരത്തെ വിപണിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വിപണിയിൽ നിക്ഷേപ താൽപ്പര്യം തുടരുക തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയും അത് വിപണിയിൽ പ്രതിഫലിച്ചു.
നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര ഓഹരി സൂചികയായ നിഫ്റ്റി 1.68% ഉയർന്നത്. എന്നാൽ രണ്ടാംതര ചെറുകിട ഓഹരികളിൽ വേണ്ട രീതിയിൽ പ്രതിഫലിച്ചില്ല. ഇപ്പോഴത്തെ ഈ ഒരു നേട്ടം മുഴുവൻ മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ്. എങ്കിൽ കൂടിയും വളരെ വലിയ രീതിയിലൊരു നിക്ഷേപ താല്പര്യം വിപണിയിൽ തുടർന്നു എന്ന് വേണം കരുതാൻ. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെട്ടേക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വിപണി മുന്നോട്ട് നീങ്ങുന്നതിന് സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം. മാത്രമല്ല കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും വളരെ അനുകൂലമായി നീങ്ങുകയുണ്ടായി. പ്രത്യേകിച്ചും ബാങ്കിംഗ് മേഖലയിലാണ് വലിയൊരു ഉണർവ് പ്രകടമായത്. ബാങ്കിംഗ് സൂചിക ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. IT മേഖലയിൽ കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. IT മേഖലയിൽ പുറത്തു വന്ന പ്രവർത്തന ഫലങ്ങൾ അത്ര മോശമല്ലാതിരുന്നിട്ട് കൂടി IT മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാകേണ്ടതുണ്ട്. IT മേഖല കൂടി അനുകൂലമായി പ്രതികരിക്കുകയാണ് തീർച്ചയായും വിപണി അടുത്ത നിലവാരത്തേക്ക് എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി 25,700 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത് 26,000 26,280 എന്ന നിലവാരമാണ് ഇതിനു മുൻപ് എത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലവാരം. ഈ ഒരു രീതിയിൽ നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ അടുത്ത ആഴ്ച 26,000 എന്ന നിലവാരം ഭേദിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയും വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. വരുന്ന ആഴ്ചയിലും ഒട്ടേറെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാവും ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കുക. ഈ ആഴ്ച അവസാനം ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ഒട്ടേറെ പ്രവർത്തന ഫലങ്ങൾ, പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ആക്സിസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിക്ക് അടുത്ത ആഴ്ചയിൽ വിപണിയുടെ ഗതി നിർണ്ണയിക്കും. ബാങ്കിങ് ഈ 3 ഓഹരികൾ ചേരുമ്പോൾ സൂചികയുടെ ഏതാണ്ട് 1/3 വിഭാഗവും ഈ ഒരു ഓഹരിയുടെ സ്വാധീനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും അടുത്ത ആഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുക. നന്ദി ശ്രീ ദിലീപ്. ഇനി കായിക വാർത്തകളിലേക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ കേരളം പൊരുതുകയാണ്. 20 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ മഹാരാഷ്ട്ര 4ാം ദിവസമായി ഇന്ന് 51 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. 37 റൺസ് എടുത്ത പൃഥ്വി ഷായും അർഷിൻ കുൽക്കർണിയുമാണ് ക്രീസിൽ. മഹാരാഷ്ട്രയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 239-നെതിരെ കേരളം 219-ന് എല്ലാവരും പുറത്തായിരുന്നു. മത്സരം സമനിലയായാലും നേട്ടം മഹാരാഷ്ട്രയ്ക്ക് തന്നെയായിരിക്കും. ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ 3 പോയിന്റ് മഹാരാഷ്ട്രയ്ക്ക് ലഭിക്കും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തുടക്കമാകും. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം കോഹ്ലിയും രോഹിത്തും ആദ്യമായി ഇറങ്ങുന്ന രാജ്യാന്തര മത്സരമാണ് ഇത്. ശുഭ്മൻ ഗിൽ നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ മത്സരവുമാണ്. ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയ അവരുടെ സ്വന്തം മണ്ണിൽ തളയ്ക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇതുകൂടാതെ 5 മത്സരങ്ങളുള്ള T20 പരമ്പരയുമുണ്ട്. 2027 ഏകദിന ലോകകപ്പിനുള്ള മുന്നൊരുക്കം കൂടിയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച ഈ പരമ്പര. ഫിഫ ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യൻ ടീം താഴേക്ക് എത്തിയിരിക്കുകയാണ്. 134-ാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ 136-ലേക്കാണ് താഴ്ന്നത്. ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ സിംഗപ്പൂരിനോട് തോറ്റതാണ് ഇന്ത്യൻ ടീമിന് തിരിച്ചടിയായത്. ഒരു സമനിലയും വഴങ്ങിയിട്ടുണ്ട്. സ്പെയിനാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന നില മെച്ചപ്പെടുത്തി 2-ാം സ്ഥാനത്തെത്തി. ഫ്രാൻസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബ്രസീൽ എന്നീ ടീമുകളാണ് യഥാക്രമം 4 മുതൽ 7 വരെ സ്ഥാനത്തിലുള്ളത്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് രാവിലെ സന്നിധാനത്ത് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രജിത്ത് ചേരുകയാണ്. രജിത്ത്, അവിടെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചോ? ശബരിമല മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ശബരിമലയെ 14 പേരുകളാണ് ഈ ലിസ്റ്റിലുള്ള 14 പേരുകളും ഗോകുലിന്റെ മുമ്പിൽ നടക്കും മുമ്പ് വായിക്കുകയാണ്. അതിനുശേഷം 12 കൊട്ടാരത്തിൽ നിന്നുള്ള കക്ഷിയുടെ പുറമെയാണ് ഈ നറുക്കെടുക്കുന്നത്. പ്രധാനമായും ഈ നറുക്കെടുപ്പ് നടത്തുന്ന രീതി എന്ന് പറയുന്നത് 2 വെള്ളിക്കുടങ്ങളിലായി ഈ ഒരു വെള്ളിക്കുടത്തിൽ 14 പേരുടെ പേരുകളും നറുക്കാനും മറ്റൊരു വെള്ളിക്കുടത്തിൽ 14 നറുക്കുകളും ഉണ്ടാവും. അതിൽ 1 മേൽശാന്തി എന്നുമായിരിക്കും. അത്തരത്തിൽ നറുക്കെടുപ്പ് ആരംഭിക്കുന്നത്. ആദ്യ വെള്ളിക്കുടത്തിൽ നിന്നും ഒരാളുടെ പേര് എടുക്കുകയും അതിന് സമാന്തരമായി തന്നെ അടുത്ത വെള്ളിക്കുടത്തിൽ നിന്നും മറ്റൊരു നറുക്ക് കൂടി എടുക്കും. ആ പേരെടുക്കുന്ന രണ്ടാമത്തെ നറുക്ക് എടുക്കുന്ന കുടത്തിൽ നിന്ന് ലഭിക്കുന്നത് മേൽശാന്തിയാണെങ്കിൽ ആദ്യം ലഭിച്ച ആളെ മേൽശാന്തിയായി
നിയമിക്കും. അല്ലെങ്കിൽ എല്ലാ പക്ഷം പുറത്തേക്ക് പോകും. വീണ്ടും രണ്ടാമത് ആദ്യ കൂട്ടത്തിൽ നിന്നും പേരെടുക്കുകയും തുടർന്ന് വീണ്ടും രണ്ടാം കൂട്ടത്തിൽ നിന്നും അടുത്ത പേരെടുക്കുകയും ചെയ്യും. അത്തരത്തിലാണ് മേൽശാന്തി എന്ന് ലഭിക്കുന്നതിന്റെ നറുക്കെടുപ്പ് തുടരും. അങ്ങനെയാണ് മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കശ്യപ് വർമ്മയാണ് ഇത്തവണ വരും വർഷത്തേക്ക് ഈ മുതൽ ആരായിരിക്കും ശബരിമലയിലെ മേൽശാന്തി അറിയുന്നതിനുള്ള നറുക്ക് എടുക്കുന്നത്. ഇപ്പോൾ നറുക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം നറുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം നറുക്ക് എടുത്തിട്ടുണ്ട്. അത് ഓരോ പേജുകൾ പേരുകൾ വായിച്ചുകൊണ്ട് അത് കുടത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ആയിരിക്കും ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 14 പേരുടെ പേരുകളാണ് ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിലുള്ളത്. അതേസമയം 13 പേരുടെ പേരുകളാണ് മാളികപ്പുറം മേൽശാന്തിമാരുടെ ലിസ്റ്റിലുള്ളത്. ശബരിമല മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ശബരിമല ശ്രീകോവിലിന് മുന്നിലും മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് മാളികപ്പുറം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുമാണ് നടക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ രീതിയിൽ തന്നെയാണ് മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കുക. നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ തന്ത്രിയുടെയും അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന നിരീക്ഷകന്റെയും പ്രത്യേക സ്പെഷ്യൽ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അറിയാം, അടുത്ത വൃശ്ചിക പുലരി മുതൽ ശബരിമലയിലും അതുപോലെ തന്നെ മാളികപ്പുറത്തും പൂജ കഴിക്കുന്നതിനുള്ള മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പാണ്, നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷക്കാലം ഇവർ പുറപ്പെടാൻ മേൽശാന്തിമാരായി ശബരിമലയിലും മാളികപ്പുറത്തുമായി തുടരുകയാണ് ചെയ്യുന്നത്. എന്തായാലും ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്ത് നറുക്കെടുപ്പാനുള്ള താമസം മാത്രമാണുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് സംബന്ധിച്ച കൂടുതൽ നൽകാൻ കഴിയും. ആരെയാണ് ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്? 14 പേരുടെ ലിസ്റ്റുകളുണ്ട്. 14 പേരുടെ പേരുകൾ വായിച്ച് പൊതുജനങ്ങളെ കാണിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഓരോ സുഖത്തിലേക്കും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സുതാര്യമായി തന്നെയാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷകൻ ഉൾപ്പെടെ ഹൈക്കോടതി പ്രത്യേകം നിയോഗിച്ച നായരാണ് ഈ നിരീക്ഷകനായി ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ശരി രജിത്ത്, ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മയും ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുക്കും. മൈഥിലി കെ വർമ്മ മാളികപ്പുറം മേൽശാന്തിയും നറുക്കെടുക്കും. ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.